എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. 30 ഡേയ്സ് ചാലഞ്ചിന്റെ 7ാമത്തെ ക്ലാസ്സിലേക്ക് കൂട്ടുകാർക്ക് സ്വാഗതം ചെയ്യാണ്. നമ്മുടെ ക്ലാസ്സുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ താഴെ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തിട്ടൊക്കെ ഒന്ന് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. പഠിച്ച കാര്യങ്ങൾ ഇതുവരെ ഇത് 7ാമത്തെ ക്ലാസ് ആണ്. ഇനി ആറ് ക്ലാസ്സും എന്ത് ചെയ്യണം? പഠിച്ച് സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഒരിക്കൽ കണ്ടിട്ട് അവിടെ നിർത്തിയാൽ പോരാ, നന്നായിട്ട് റിവിഷൻ ചെയ്ത് വെക്കണം. നോക്കാം കേട്ടോ. നമുക്ക് ഉത്തരപർവ്വത മേഖലയിലെ കൃഷി ഏത് കൃഷിയാണ്? ഉത്തരപർവ്വത മേഖലയിൽ ചെയ്യുന്ന കൃഷി ഏതാണ്? മാറ്റ കൃഷിയുണ്ട്, ജൂമിങ് കൃഷിയുണ്ട്, വെട്ടിച്ചൂട്ട് കൃഷിയുണ്ട് കേട്ടോ. ഉത്തരപർവ്വത മേഖലയിലെ കൃഷികൾ എങ്ങനെയൊക്കെയാണ്? മാറ്റ കൃഷി, ജൂമിങ് കൃഷി, വെട്ടിച്ചൂട്ട് കൃഷി. മനസ്സിലായോ? ഇനി ഡാർജിലിംഗ് മേഖലയിൽ, ഡാർജിലിംഗ് പറയുന്നത് എവിടെയാണ്? അസമിലാണ് അല്ലെ. അസമിലെ ഡാർജിലിംഗ് മേഖലയിലെ പ്രധാനപ്പെട്ട കൃഷി ഏതാണ്? തേയിലയാണ് കേട്ടോ. ഡാർജിലിംഗ് മേഖലയിലെ പ്രധാനപ്പെട്ട കൃഷി ഏതാണ്? തേയിലയാണ്. ഇനി പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പുൽമേടുകളിലെ ആട്ടിടയന്മാർ അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? ഗുജ്ജാർ ആണ് കേട്ടോ. പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പുൽമേടുകളിലെ ആട്ടിടയന്മാർ അറിയപ്പെടുന്നത് ഗുജ്ജാർ എന്നാണ്. എന്നാൽ ബുഗ്യാൽ മേഖലയിലെ ആട്ടിടയന്മാർ അറിയപ്പെടുന്നത് ബോട്ടിയ എന്നാണ്. SCERTയിൽ കിടക്കുന്നതാണ് കേട്ടതൊക്കെ. പടിഞ്ഞാറൻ ഹിമാലയത്തിലെ പുൽമേടുകളിലെ ആട്ടിടയന്മാർ അറിയപ്പെടുന്നത് ഗുജ്ജാർ എന്നാണ്. എന്നാൽ ബുഗ്യാൽ പുൽമേടുകളിലെ ആട്ടിടയന്മാർ അറിയപ്പെടുന്നത് ബോട്ടിയ ആണ്. ഇന്ത്യയുടെ ധാന്യപ്പുരയാണ് ഏത്? ഉത്തര മഹാസമതലം അല്ലെ. ഇന്ത്യയുടെ ധാന്യപ്പുരയാണ് ഏത്? ഉത്തര മഹാസമതലം. എന്താണ്? അതായത് ഈ ഉത്തര മഹാസമതലത്തിലെ കൃഷി എന്ന് പറയുന്ന സമയത്ത് അവിടെ നല്ല രീതിയിൽ എന്തുണ്ട്? നല്ല ജലസേചന സൗകര്യം ഉണ്ട്. ആ നല്ല ജലസേചന സൗകര്യം ഉപയോഗിച്ചിട്ടാണ് അവിടെ കൃഷി ചെയ്യുന്നത് അല്ലെ. അതുകൊണ്ട് തന്നെയാണ് ഉത്തര മഹാസമതലത്തെ ഇന്ത്യയുടെ ധാന്യപ്പുര എന്ന് അറിയപ്പെടുന്നത്. ഇനി കാപ്പി ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകയാണ് കേട്ടോ. കാപ്പി ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം കർണാടക. 2ാം സ്ഥാനത്ത് നമ്മുടെ കേരളമാണ്. പഠിച്ചു വെക്കണേ. ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അപ്ഡേഷൻ ആണ്. കറണ്ട് അഫയർ മേഖലയിൽ കയറി വരും. കേൾക്കുന്നുണ്ടോ? കാപ്പി ഉൽപാദനത്തിൽ 1ാം സ്ഥാനം കർണാടക, 2ാം സ്ഥാനം കേരളം. അതുപോലെ പ്രധാനപ്പെട്ട കാപ്പി ഇനങ്ങളാണ് ഏത്? അറബിക്കയും റോബസ്റ്റയും. ഇതൊക്കെ പ്രീവിയസ് ചോദ്യങ്ങളാണ്. പ്രധാനപ്പെട്ട കാപ്പി ഇനങ്ങളാണ് അറബിക്കയും റോബസ്റ്റയും കേട്ടോ. അറബിക്കയും റോബസ്റ്റയും തെറ്റിക്കാൻ പാടില്ല കേട്ടോ. നല്ല മുന്തിയ ഇനം എന്താണ്? കാപ്പിക്കുരുക്കളാണ് കേട്ടോ. മുന്തിയ ഇനം കാപ്പിയാണ് അറബിക്കയും റോബസ്റ്റയും എന്ന് പറയുന്നത്. ഇനി നോക്കിക്കേ, കാപ്പി കൃഷിക്ക് തുടക്കം കുറിച്ചത് ആരാണ്? അതായത് ഇന്ത്യയില് കാപ്പി കൃഷി ആരംഭിച്ചത് ആദ്യം കർണാടകയിലെ ചിക്മംഗ്ലൂരിലാണ്. അതിന് ഒരു കാപ്പി കൃഷി തുടങ്ങാൻ ഒരാൾ വേണം അല്ലേ. അതായത് ബാബാ ബുദൻ. പ്രീവിയസ് ചോദ്യമാണ്. ബാബാ ബുദൻ അദ്ദേഹം ഒരു മുസ്ലിം പുരോഹിതനാണ് കേട്ടോ. മുസ്ലിം പുരോഹിതനാണ്. ആര്? ബാബാ ബുദൻ. അദ്ദേഹം അറേബ്യയിൽ നിന്ന് എന്ത് ചെയ്യാണ്? ഒരു 7 കാപ്പിക്കുരുക്കൾ കൊണ്ടുവന്നിട്ട് അറേബ്യയിൽ നിന്നും 7 കാപ്പിക്കുരുക്കൾ ഇന്ത്യയിൽ എത്തിച്ച് കർണാടകയിലെ ചിക്മംഗ്ലൂരിലെ മലയോരത്ത് എന്ത് ചെയ്തു? കാപ്പി കൃഷിക്ക് തുടക്കം കുറിച്ചു. അപ്പൊ ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശമായ ഈ പ്രദേശം എന്തറിയപ്പെടുന്നുണ്ട്? ഏതാണ്? കർണാടകയിലെ ചിക്മംഗ്ലൂർ ഉണ്ടല്ലോ. കർണാടകയിലെ ചിക്മംഗ്ലൂരിലല്ലേ ബാബാ ബുദൻ എന്ന മുസ്ലിം പുരോഹിതൻ അറേബ്യയിൽ നിന്നും 7 കാപ്പിക്കുരുക്കൾ കൊണ്ടുവന്നിട്ട് കർണാടകയിലെ ചിക്മംഗ്ലൂരിനാണ് ഇന്ത്യയിലെ കാപ്പി കൃഷിക്ക് തുടക്കം കുറിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കാപ്പിയുടെ ജന്മദേശമായ ഈ പ്രദേശം ഏത് പേരിൽ അറിയപ്പെടുന്നു? ബാബാ ബുദൻ കുന്നുകൾ എന്ന് അറിയപ്പെടുന്നു. ചോദ്യം വരും ട്ടോ. ബാബാ ബുദൻ കുന്നുകൾ എന്ന് അറിയപ്പെടുന്നത് ഏത് പ്രദേശത്തെയാണ് എന്ന് ചോദിച്ചാൽ കർണാടകയിലെ ചിക്മംഗ്ലൂർ ആണ് കേട്ടോ. ഇനി ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? ആസാമാണ് കേട്ടോ. ഏറ്റവും കൂടുതൽ തേയില ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ആസാം. അപ്പോ കാപ്പി ഉൽപാദനത്തിൽ 1ാം സ്ഥാനം കർണാടക. ഇനി ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എവിടെയാണ്? ഉത്തർപ്രദേശ് ആണ് കേട്ടോ. ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് കേട്ടോ. അതായത് ഈ
കരിമ്പ് കൃഷി ഏറ്റവും കൂടുതലുള്ളത് ഈ ഉത്തരേന്ത്യൻ മഹാസമതലത്തിലാണ് കേട്ടോ. കരിമ്പ് കൃഷിയിലെ ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഉത്തരേന്ത്യൻ മഹാസമതലങ്ങളിലാണ്. എന്നാൽ കരിമ്പ് കൃഷിക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള, ഇപ്പോൾ ഓരോരോ കൃഷിക്കും ഓരോരോ കാലാവസ്ഥയാണ് അല്ലേ. പക്ഷെ അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ എവിടെയാണെന്നറിയോ? ഡെക്കാൻ പീഠഭൂമിയിലാണ്. അതോടെ ശ്രദ്ധിക്കണം. ഉത്തരേന്ത്യൻ മഹാസമതലങ്ങളിലാണ് കരിമ്പ് കൃഷി കൂടുതൽ ചെയ്യുന്നത്. പക്ഷേ ഈ കരിമ്പ് കൃഷിക്ക് അനുകൂലമായിട്ടുള്ള കാലാവസ്ഥ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ഡെക്കാൻ പീഠഭൂമിയിലാണ് കേട്ടോ. അപ്പോൾ കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം എവിടെയാണ്? ഉത്തർപ്രദേശാണ്. ഏറ്റവും കൂടുതൽ കരിമ്പ് ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഇനി പരുത്തി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം നിൽക്കുന്ന സംസ്ഥാനം ഗുജറാത്താണ്. രണ്ടാം സ്ഥാനം മഹാരാഷ്ട്രയാണ് കേട്ടോ. പരുത്തി ഉൽപാദനത്തിൽ, അപ്പൊ കാപ്പി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം കർണാടക, രണ്ടാം സ്ഥാനം കേരളം. തേയില ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം അസമാണ്. പിന്നെ ഏതാണ് പറഞ്ഞത്? കരിമ്പ് അല്ലേ. ഓക്കെ. പിന്നെ ശ്രദ്ധിക്കണം, തേയില ഉൽപാദനത്തിൽ ആസാമാണ്. കരിമ്പ് കൃഷിക്ക് ഏറ്റവും കൂടുതൽ എവിടെയാണ്? ഉത്തർപ്രദേശാണ്. പരുത്തി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം ഗുജറാത്ത്, രണ്ടാം സ്ഥാനം മഹാരാഷ്ട്ര. പരുത്തി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം ഗുജറാത്താണ്, രണ്ടാം സ്ഥാനം മഹാരാഷ്ട്ര. ഈ പരുത്തി ഉൽപാദനത്തിന് വേണ്ട ചൂട് എന്ന് പറയുന്നത് 21 to 30 ഡിഗ്രി സെൽഷ്യസ് ആണ് കേട്ടോ. 21 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് പരുത്തിക്ക് വേണ്ട താപനില. SCRT കിടക്കുന്നുണ്ട് കേട്ടോ. 21 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയിലാണ് പരുത്തി കൃഷി എന്ന് പറയുന്നത്. ഈ പരുത്തി എന്ന് പറയുന്നത് എന്താണ്? ഒരു ഖാരിഫ് വിളയാണ് കേട്ടോ. പരുത്തി എന്താണ്? ഒരു ഖാരിഫ് വിളയാണ്. അതായത് ഇതിന് എന്താണ്? ഒരു 6 മാസം മുതൽ 8 മാസം വരെയാണ് ഈ കൃഷി ചെയ്യുക. അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വിളവെടുക്കും കേട്ടോ. പിന്നെ ഇതിന് ഈ പരുത്തി കൃഷിക്ക് എന്ത് പാടില്ല എന്നറിയാം? മഞ്ഞ് പാടില്ല. പരുത്തി കൃഷിക്ക് മഞ്ഞ് പാടില്ല, അവിടെ ശ്രദ്ധിക്കുക. അതുപോലെ ഈ മാൾവ പീഠഭൂമിയിലെ കറുത്ത മണ്ണില്, ഡെക്കാൻ പീഠഭൂമിയിലൊക്കെ നമുക്കറിയാം കറുത്ത മണ്ണ് കാണപ്പെടുന്നത് അല്ലേ. ഡെക്കാൻ പീഠഭൂമി, അതുപോലെ മാൾവ പീഠഭൂമി, ഇവിടെയൊക്കെ എന്തുണ്ട്? കറുത്ത മണ്ണാണ്. അത് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതെന്ന് ചോദിക്കാറുണ്ട് അല്ലേ. PSC എപ്പോഴും ഇഷ്ടപ്പെട്ട ഒരു ചോദ്യമാണ്. പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത പരുത്തി മണ്ണ് എന്നാണ് പറയുക അല്ലേ. കറുത്ത പരുത്തി മണ്ണാണ്. ഡെക്കാൻ പീഠഭൂമിയിലും മാൾവ പീഠഭൂമിയിലൊക്കെ ധാരാളം എന്ത് കാണപ്പെടുന്നുണ്ട്? ഈ കറുത്ത മണ്ണ് കാണപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏതിന് പരുത്തി കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണ് ഏതാണ്? കറുത്ത പരുത്തി മണ്ണാണ് കേട്ടോ. ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനം ഗുജറാത്താണ്, രണ്ടാം സ്ഥാനം മഹാരാഷ്ട്രയാണ്. 21 ഡിഗ്രി സെൽഷ്യസ് മുതൽ 30 ഡിഗ്രി സെൽഷ്യസ് വരെയാണ് താപനില വേണ്ടത്. മഞ്ഞ് പാടില്ല. 6 മാസം മുതൽ 8 മാസം വരെയാണ് ഇതിന്റെ ഉൽപാദന കാലഘട്ടം എന്ന് പറയുന്നത്. പരുത്തി കൃഷി എന്ന് പറയുന്നത് ഒരു ഖാരിഫ് വിളയാണ്. പരുത്തി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഗുജറാത്തും, രണ്ടാം സ്ഥാനത്ത് മഹാരാഷ്ട്രയുമാണ്. ഇനി രാജസ്ഥാനിലെ താർ മരുഭൂമിയുടെ ജലസേചനത്തിന് വേണ്ടി നിർമ്മിച്ച കനാൽ ഏതാണ്? രാജസ്ഥാനിലെ താർ മരുഭൂമിയുടെ ജലസേചനത്തിന് കേട്ടോ ഏതാണ്? ഇന്ദിരാഗാന്ധി കനാലാണ്. നമുക്കറിയാം രാജസ്ഥാനിലാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? താർ മരുഭൂമി സ്ഥിതി ചെയ്യുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ്? വെള്ളം കുറവാണ്. അപ്പൊ അതൊക്കെ പരിഹരിച്ചുകൊണ്ടാണ് ജലസേചനത്തിന് വേണ്ടിയിട്ട് ഒരു കനാൽ നിർമ്മിച്ചത്. ഏതാണ് അത് കനാല്? ഇന്ദിരാഗാന്ധി കനാലാണ്. ഇന്ദിരാഗാന്ധി കനാലാണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്. ഇന്ദിരാഗാന്ധി കനാലിലെ മറ്റൊരു പേരാണ് രാജസ്ഥാൻ കനാൽ എന്ന് പറയുന്നത്. ഇന്ദിരാഗാന്ധി കനാലിന്റെ മറ്റൊരു പേരാണ് ഏത്? രാജസ്ഥാൻ കനാൽ എന്ന് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാൽ ഏത് എന്ന് ചോദിച്ചാലും ഇന്ദിരാഗാന്ധി കനാലാണ്. സത്ലജ് നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇന്ദിരാഗാന്ധി കനാലിനെ കുറിച്ച് എന്തൊക്കെ പഠിച്ചു? രാജസ്ഥാനിലെ താർ മരുഭൂമിയുടെ ജലസേചനത്തിന് വേണ്ടി നിർമ്മിച്ച കനാലാണ് ഇന്ദിരാഗാന്ധി കനാൽ, അല്ലെങ്കിൽ രാജസ്ഥാൻ കനാൽ എന്നറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കനാലാണ്. സത്ലജ് നദിയിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. രാജസ്ഥാനിലെ താർ മരുഭൂമിയുടെ ജലസേചനത്തിന് വേണ്ടിയിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് കേട്ടോ. അതായത് ഈ ഇന്ദിരാഗാന്ധി കനാൽ ഉണ്ടല്ലോ, അതായത് ഈ രാജസ്ഥാനിലെ 18 ജില്ലകളിൽ എന്ത് ചെയ്യുന്നുണ്ട്? കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നത് ഈ ഇന്ദിരാഗാന്ധി കനാലാണ്. ഇനി ഇന്ത്യയുടെ വ്യവസായ മന്ത്രി ആരാ ഇപ്പോ? ഇന്ത്യയുടെ വ്യവസായ മന്ത്രി ഇപ്പോ ആരാണ്? ആരാണ് ഇന്ത്യയുടെ വ്യവസായ മന്ത്രി? പീയൂഷ് ഗോയലാണ് കേട്ടോ. ഇന്ത്യയുടെ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലാണ്. ഇന്ത്യയുടെ ആദ്യത്തെ ആസൂത്രിത വ്യവസായ നഗരം ഏതാണ്? ജംഷഡ്പൂരാണ് കേട്ടോ. ഇന്ത്യയുടെ ആദ്യത്തെ ആസൂത്രിത വ്യവസായ നഗരം ജംഷഡ്പൂരും. ഇന്ത്യയുടെ ആസൂത്രിത നഗരം ഏതെന്ന് ചോദിച്ചാൽ ചണ്ഡീഗഡുമാണ്. ഇവിടെ വ്യവസായം എന്നൊരു വാക്ക് കൂടി വന്നു, ഇവിടെ വ്യവസായം എന്ന വാക്ക് ഇല്ല. അതാണ് അവിടെ വ്യത്യാസം കേട്ടോ. ഇന്ത്യയുടെ ആദ്യത്തെ ആസൂത്രിത വ്യവസായ നഗരം ജംഷഡ്പൂർ. ഇന്ത്യയുടെ എങ്കിൽ ഈ ചോദ്യം എങ്ങനെയായിരിക്കും? ഇന്ത്യയുടെ
ആദ്യത്തെ ആസൂത്രിത നഗരം ചണ്ഡീഗഡ്. ഇന്ത്യയുടെ ആദ്യത്തെ ആസൂത്രിത വ്യവസായ നഗരം ചോദിച്ചാൽ ജംഷഡ്പൂർ. ഇന്ത്യയുടെ ആദ്യത്തെ ആസൂത്രിത നഗരം ഏതെന്ന് ചോദിച്ചാൽ ചണ്ഡീഗഡ് ആണ്. ഈ റോക്ക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? റോക്ക് ഗാർഡൻ ചണ്ഡീഗഡിലാണ് അല്ലെ. റോക്ക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നതും എവിടെയാണ്? ചണ്ഡീഗഡിലാണ്. റോക്ക് ഗാർഡന്റെ ശില്പി ആരാണ്? റോക്ക് ഗാർഡന്റെ ശില്പി നേക് ചന്ദ് ആണ്. ആരാണ്? നേക് ചന്ദ് ആണ് റോക്ക് ഗാർഡന്റെ ശില്പി എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സുന്ദര നഗരം എന്നറിയപ്പെടുന്നതും ചണ്ഡീഗഡ് ആണ് കേട്ടോ. ഇന്ത്യയുടെ സുന്ദര നഗരം എന്നറിയപ്പെടുന്നത് ചണ്ഡീഗഡ് ആണ്. അവിടെ പഠിച്ചു വെക്കണം. നമ്മളിപ്പോൾ ജംഷഡ്പൂർ എന്താ പറയുന്നത്? ഇന്ത്യയുടെ ആദ്യത്തെ ആസൂത്രിത വ്യവസായ നഗരമാണ് ജംഷഡ്പൂർ എന്ന് പറയും അല്ലെ. ഇന്ത്യയുടെ സ്റ്റീൽ സിറ്റി എന്നറിയപ്പെടുന്നത് എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ജംഷഡ്പൂർ ആണ്. ഇന്ത്യയുടെ പീറ്റ്സ്ബർഗ് എന്ന് അറിയപ്പെടുന്നതും ഏതാണ്? അത് ജംഷഡ്പൂർ ആണ്. അപ്പൊ ഇന്ത്യയുടെ ആദ്യത്തെ ആസൂത്രിത വ്യവസായ നഗരമാണ് ജംഷഡ്പൂർ. ഇന്ത്യയുടെ സ്റ്റീൽ സിറ്റി, ഇന്ത്യയുടെ പീറ്റ്സ്ബർഗ് എന്നൊക്കെ അറിയപ്പെടുന്നത് ജംഷഡ്പൂർ ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ ആസൂത്രിത നഗരം എന്ന് ചോദിച്ചാൽ ചണ്ഡീഗഡ് ആണ്. റോക്ക് ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് ചണ്ഡീഗഡ് ആണ്. ഇന്ത്യയുടെ സുന്ദര നഗരം എന്നറിയപ്പെടുന്നത് ചണ്ഡീഗഡ് ആണ്. ചണ്ഡീഗഡിന്റെ ശില്പി ആരാണ്? ചണ്ഡീഗഡ് നഗരത്തിന്റെ ശില്പി ലേ കോർബസിയർ ആണ് കേട്ടോ. ലേ കോർബസിയർ ആണ്. ചണ്ഡീഗഡിൽ സ്ഥിതി ചെയ്യുന്ന ഏത് ഗാർഡൻ ആണ്? റോക്ക് ഗാർഡൻ ആണ്. അതിന്റെ ശില്പി നേക് ചന്ദ് ആണ്. ഇനി നോക്കിക്കേ, പരുത്തി കൃഷിയിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ഉൽപാദനത്തിന് മുന്നിൽ കേട്ടോ. ഉൽപാദനത്തിന് മുമ്പിൽ നിൽക്കുന്ന രാജ്യങ്ങളും സംസ്ഥാനങ്ങളുമാണ്. പരുത്തി ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് ചൈനയാണ്. രണ്ടാം സ്ഥാനത്ത് ഇന്ത്യയാണ്. പരുത്തി ഉൽപാദിപ്പിക്കുന്നതിൽ ഒന്നാം സ്ഥാനം ചൈന, രണ്ടാം സ്ഥാനം ഇന്ത്യ. എങ്കിൽ സംസ്ഥാനം ഗുജറാത്തും രണ്ടാം സ്ഥാനം മഹാരാഷ്ട്രയുമാണ്. ഇവിടെ തൊട്ട് കൊടുക്കുമ്പോൾ 1, 2 എന്ന് കൊടുത്തിട്ടില്ല. ഫസ്റ്റത്തെ 1, സെക്കൻഡ് 2 അങ്ങനെ കൊടുക്കണം കേട്ടോ. ഇനി ചണം ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ഇന്ത്യയാണ്. രണ്ടാം സ്ഥാനത്ത് ബംഗ്ലാദേശ് ആണ്. ചണം ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളും രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് അസമുമാണ്. കമ്പിളി ഉൽപാദനത്തിൽ വീണ്ടും ചൈന വന്നു, ഒന്നാം സ്ഥാനം. കമ്പിളി ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനം ഓസ്ട്രേലിയ. കമ്പിളി ഉൽപ്പാദിപ്പിക്കുന്ന ഏറ്റവും കൂടുതൽ കമ്പിളി ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് രാജസ്ഥാൻ. എന്തിനാ രാജസ്ഥാൻ? അപ്പൊ ഇവിടെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അത് നമുക്ക് കൂടെ രാജസ്ഥാനിൽ നല്ല ചൂടാണ്, പിന്നെ എന്തിനാ അവിടെ കമ്പിളി? അങ്ങനെ ചിന്തിച്ചാൽ മതി. മനസ്സിലായി? രണ്ടാം സ്ഥാനം ഗുജറാത്ത്. പട്ടുനൂല് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത് ചൈനയാണ്. 2 ഇന്ത്യയാണ്. കർണാടക, ആന്ധ്രാപ്രദേശ് കേട്ടോ. ഒന്നാം സ്ഥാനം കർണാടക, രണ്ടാം സ്ഥാനം ആന്ധ്രാപ്രദേശ്. പഞ്ചസാര ഉൽപാദനത്തിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത് ബ്രസീൽ, രണ്ടാം സ്ഥാനത്ത് ഇന്ത്യ. ഒന്നാം സ്ഥാനം പഞ്ചസാര സംസ്ഥാനം ഉത്തർപ്രദേശ്. പഞ്ചസാരക്കിണ്ണം എന്നറിയപ്പെടുന്ന സംസ്ഥാനമാണ് അല്ലെ ഉത്തർപ്രദേശ്. രണ്ടാം സ്ഥാനമാണ് മഹാരാഷ്ട്ര. അപ്പോൾ ചൈന ഇന്ത്യ അല്ലെ. ചൈന ഇന്ത്യ വരുന്നത് ഏതാണ്? പരുത്തിയും പട്ടുനൂലും. പായും വരുന്ന 2 സാധനം അല്ലെ. പരുത്തി, പട്ടുനൂല് രണ്ടും എന്താണ്? ചൈന, രണ്ടാം സ്ഥാനം ഇന്ത്യ. ഇനി ഫസ്റ്റ് ഇന്ത്യ വരുന്നത് ഏതാണ്? ചണമാണ് അല്ലെ. ഫസ്റ്റ് ഇന്ത്യ വരുന്നത് ഏതാണ്? ചണമാണ്. രണ്ടാം സ്ഥാനം ബംഗ്ലാദേശ്. കമ്പിളിയോ ചൈനയും ഓസ്ട്രേലിയയുമാണ്. പഞ്ചസാര ബ്രസീലും ഇന്ത്യയുമാണ്. പഞ്ചസാര ഉൽപ്പാദനം ചോദിക്കാറുണ്ട് എപ്പോഴും. ബ്രസീൽ, ഇന്ത്യ സംസ്ഥാനങ്ങളൊക്കെ നന്നായിട്ട് ശ്രദ്ധിച്ചു പഠിക്കുക. ഇനി ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക അധിഷ്ഠിത വ്യവസായം ഏതാണ്? പരുത്തി വ്യവസായമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഈ ഒരു പോയിന്റ് ശ്രദ്ധിക്കണേ. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക അധിഷ്ഠിത വ്യവസായം പരുത്തി വ്യവസായമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക അധിഷ്ഠിത വ്യവസായം പരുത്തി വ്യവസായമാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്നത് പരുത്തിയാണ്. സുവർണ്ണ നാര് എന്നറിയപ്പെടുന്നത് ചണമാണ്. രണ്ടും നന്നായിട്ട് പഠിച്ചു വെക്കണം, തെറ്റാൻ പാടില്ല. യൂണിവേഴ്സൽ ഫൈബർ പരുത്തി, സുവർണ്ണ നാര് എന്നറിയപ്പെടുന്നത് ചണമാണ്. ഇന്ത്യയുടെ പരുത്തി തുറമുഖം ഏതാണ്? മുംബൈ ആണ്. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് ഏതാണ്? മുംബൈയാണ്. പരുത്തി ഉൽപാദനത്തിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്ന സംസ്ഥാനം ഏതാണ്? മഹാരാഷ്ട്രയാണ് അല്ലെ. പരുത്തിയില് രണ്ടാം സ്ഥാനത്ത് ഏതാണ്? മഹാരാഷ്ട്ര. ഒന്നാം സ്ഥാനത്ത് ഏതാ? ഗുജറാത്ത് ആണ് അല്ലെ. ഇന്ത്യയുടെ പരുത്തി തുറമുഖം ഏതാണ്? മുംബൈയാണ്. ഇന്ത്യയുടെ പരുത്തി തുറമുഖം മുംബൈയാണ്. പരുത്തി ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്ന തുറമുഖവും മുംബൈ തന്നെയാണ്. ഇന്ത്യയുടെ പരുത്തി തുറമുഖം എന്നറിയപ്പെടുന്നത് മുംബൈയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ? ഏറ്റവും കൂടുതൽ പരുത്തി കയറ്റുമതി ചെയ്യുന്നത് മുംബൈ തുറമുഖത്ത് നിന്നായതുകൊണ്ടാണ്. ഇനി തുണിത്തരങ്ങൾ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് എവിടെയാണ്? കാണ്ടില തുറമുഖത്താണ് കേട്ടോ. തുണിത്തരങ്ങൾ ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് കാണ്ടില തുറമുഖത്തും, പരുത്തി ഏറ്റവും കൂടുതൽ കയറ്റുമതി ചെയ്യുന്നത് കൊണ്ട് മുംബൈയാണ്. അതുകൊണ്ട് മുംബൈ പരുത്തി തുറമുഖം എന്ന് അറിയപ്പെടുന്നുണ്ട്. ഇനി
കാണ്ടില തുറമുഖത്തിന്റെ ഇനി ഇത് പുതിയ പേരുകളാണ് കേട്ടോ, ന്യൂ നെയിം ആണ്. ഇപ്പൊ ഒക്കെ പേര് മാറ്റിയിട്ടുണ്ട്. കാണ്ടില തുറമുഖം എവിടെയാണ്? ഗുജറാത്തിലാണ് അല്ലെ. അപ്പോൾ ഈ കാണ്ടില തുറമുഖത്തിന്റെ പുതിയ പേര് ദീൻ ദയാൽ ഉപാധ്യായ ആണ് കേട്ടോ. കാണ്ടില തുറമുഖത്തിന്റെ മറ്റൊരു പേര്, പുതിയ പേര് ദീൻ ദയാൽ ഉപാധ്യായ. നവശേവ തുറമുഖത്തിന്റെ പുതിയ പേര്, നവശേവ തുറമുഖത്തിന്റെ പുതിയ പേര് ജവഹർലാൽ നെഹ്റു തുറമുഖമാണ് കേട്ടോ. നവശേവയുടെ പുതിയ പേര് എന്താണ്? ജവഹർലാൽ നെഹ്റു. കൊൽക്കത്ത എന്ന് ഞാൻ ഷോർട്ടാക്കി കൊടുത്തിരിക്കുകയാണ്, ജവഹർലാൽ നെഹ്റു. കൊൽക്കത്ത തുറമുഖത്തിന്റെ മറ്റൊരു പേരാണ് ശ്യാമപ്രസാദ് മുഖർജി. കൊൽക്കത്ത തുറമുഖത്തിന്റെ മറ്റൊരു പേരെന്താണ്? ശ്യാമപ്രസാദ് മുഖർജി. അപ്പൊ കാണ്ടില തുറമുഖത്തിന്റെ ദീൻ ദയാൽ ഉപാധ്യായ, നവശേവയുടേത് ജവഹർലാൽ നെഹ്റു, കൊൽക്കത്ത തുറമുഖത്തിന്റേത് ശ്യാമപ്രസാദ് മുഖർജിയാണ്. ഓക്കെ ആണോ? സെറ്റ് ആണോ? ഇനി ധാതു ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് ഏത്? കൽക്കരിയും പെട്രോളും കേട്ടോ. ധാതു ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ് ഏത്? കൽക്കരിയും പെട്രോളും. ശ്രദ്ധിക്കണം കേട്ടോ. ധാതു ഇന്ധനങ്ങൾക്ക് ഉദാഹരണം ഏതെന്ന് ചോദിച്ചാൽ കൽക്കരിയും പെട്രോളുമാണ്. ഓക്കെ ആണോ? ഇനി ലോഹധാതുക്കൾക്ക് ഉദാഹരണം ഏതെന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും? ഇവിടെ ധാതു ഇന്ധനങ്ങൾക്ക് ഉദാഹരണം കൽക്കരി, പെട്രോളിയം. എങ്കിൽ ലോഹധാതുക്കൾക്ക് ഉദാഹരണം ഏത് എന്ന് ചോദിച്ചാൽ ലോഹധാതുക്കൾ ഏതൊക്കെയാണ്? ഇരുമ്പയിരും മാംഗനീസ് ഒക്കെ വരും കേട്ടോ. ഇരുമ്പയിര്, അതുപോലെ മാംഗനീസ്, ഇരുമ്പയിര്, മാംഗനീസ് എന്നിവ വരും. അടുത്ത നോക്കാം, ഇരുമ്പിന്റെ അയിരുകൾ ഏതൊക്കെയാണ്? ഇവിടെ ടൈറ്റ് ആണ് കേട്ടോ. ഇരുമ്പിന്റെ അയിരുകൾ ഏതൊക്കെയാണ്? ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. ഇരുമ്പിന്റെ അയിരുകൾ, ഇരുമ്പിന്റെ ഓർ എന്താണ്? ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. ഹെമറ്റൈറ്റ്, മാഗ്നറ്റൈറ്റ്, ലിമോണൈറ്റ്, സിഡറൈറ്റ്. ഇരുമ്പിന്റെ നിക്ഷേപം നമ്മുടെ ഇന്ത്യയിലെ എത്ര ശതമാനമാണ്? 20%. അതായത് ഇപ്പൊ വേൾഡിൽ കണക്കാക്കുന്ന സമയത്ത് ലോകത്ത്, ഇപ്പോ നമ്മുടെ മൊത്തം ലോകം ഒന്ന് മനസ്സിലാക്കണ്ടേ, അതില് ഇപ്പൊ മൊത്തം ലോകം എടുക്കുമ്പോൾ 100% വരും അല്ലേ. ആ 100% മൊത്തം ലോകം പറയുമ്പോൾ എത്ര വലുതാ അല്ലെ. അതിൽ 20% ഇരുമ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് നമ്മുടെ രാജ്യമാണ്, ഇന്ത്യയാണ്. മനസ്സിലായോ? ഇരുമ്പ് നിക്ഷേപത്തിൽ ഇന്ത്യയുടെ ശതമാനം എന്ന് പറയുന്നത് 20%. SCERT അത് വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്, അത് നന്നായിട്ട് പഠിക്കണം കേട്ടോ. അതുപോലെ ഇരുമ്പയിര് കയറ്റുമതിയിൽ ഇന്ത്യയുടെ സ്ഥാനം 5ാമതാണ് കേട്ടോ. ഇരുമ്പയിര് കയറ്റുമതി ചെയ്യുന്നതിൽ ഇന്ത്യയുടെ സ്ഥാനം എന്ന് പറയുന്നത് 5ാമതാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായമാണ് ഏത്? ഇരുമ്പുരുക്ക് വ്യവസായം. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, ഇന്ത്യയിലെ ഏറ്റവും വലിയ കൃഷി അധിഷ്ഠിത വ്യവസായം എന്ന് ചോദിച്ചാൽ ഇതൊരു എപ്പോഴും ചോദ്യങ്ങൾ കൺഫ്യൂഷൻ ആകുന്നതാണ്. കൃഷി അധിഷ്ഠിത വ്യവസായം എന്ന് ചോദിച്ചപ്പോൾ നമ്മൾ പരുത്തി വ്യവസായം എന്ന് പറഞ്ഞു അല്ലെ. എങ്കിൽ ഇവിടെ ധാതു അധിഷ്ഠിത വ്യവസായം എന്ന് ചോദിച്ചാൽ അത് ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ധാതു അധിഷ്ഠിത വ്യവസായം ഇരുമ്പുരുക്ക് വ്യവസായമാണ്. ഇരുമ്പയിര് ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഒഡീഷയാണ്. ഇരുമ്പയിര് ഉൽപാദനത്തിൽ 1ാം സ്ഥാനം. ഇപ്പൊ നമ്മൾ പറഞ്ഞു 20% ഇരുമ്പിന്റെ നിക്ഷേപം ഇന്ത്യയിലാണ് പറഞ്ഞു അല്ലെ. ആ നിക്ഷേപത്തിൽ തന്നെ ഇരുമ്പയിര് ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്ത് നിൽക്കുന്നത് ആരാണ്? ഒഡീഷയാണ് കേട്ടോ. ഒഡീഷയിലെ പ്രധാനപ്പെട്ട ഖനന മേഖലകൾ ഏതൊക്കെയാണ്? ഇരുമ്പയിര് ഖനന മേഖലകൾ ഒഡീഷയിലുള്ളത് സുന്ദർഗഡ്, മയൂർഗഞ്ച്, ചാർ, ഇതൊക്കെ എവിടെയാണ്? ഒഡീഷയിലാണ്. സുന്ദർഗഡ്, അതുപോലെ തന്നെ മയൂർബഞ്ച്, അതുപോലെ ചാർ, ഇതൊക്കെ എന്താണ്? ഒഡീഷയിലുള്ള ഇരുമ്പയിരിന്റെ ഖനന മേഖലകളാണ്. ഒഡീഷയിലാണ് സുന്ദർഗഡ്, മയൂർഗഞ്ച്, ചാർ എന്ന് പറയുന്നത്. ഈ ഗോവയിൽ ഒന്നുണ്ട്, ഗോവയിൽ അത് ചോദ്യം വരുന്നുണ്ട് കേട്ടോ. ഗോവയിലെ ഇരുമ്പയിര് ഖനിയാണ് ഏത്? മർമഗോവ കേട്ടോ. പ്രീവിയസ് ചോദ്യമാണ്. ഗോവയിലെ ഏതാണ്? മർമഗോവ. തമിഴ്നാട്ടിലെ എവിടെയൊക്കെയാണ്? സേലത്തും നീലഗിരിയിലും. സേലം, അതുപോലെ തന്നെ നീലഗിരി എന്നിവിടങ്ങളിലാണ്. ഇനി നോക്കിക്കേ, പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാലയാണ് ഏത്? ഇസ്കോ അല്ലെ. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാല, പൊതുമേഖലയിലെ ആദ്യത്തേത് കേട്ടോ. ഇനി പൊതുമേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് ശാല ഏതാണ്? ബൊക്കാറോയാണ്. എല്ലാം പൊതുമേഖല എന്നാണ് കേട്ടോ. പൊതുമേഖലയിലെ ആദ്യത്തെ എന്ന് ചോദിച്ചാൽ ഇസ്കോ, പൊതുമേഖലയിലെ ഏറ്റവും വലുത് ഏത് എന്ന് ചോദിച്ചാൽ ഇരുമ്പുരുക്ക് ശാലയാണ്. പൊതുമേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് ശാലയാണ് ഏത്? ബൊക്കാറോ എന്ന് പറയുന്നത്. ഇനി പൊതുമേഖലയിലെ ഏറ്റവും ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് ഇരുമ്പുരുക്ക് ശാല റൂർക്കേലയാണ്. ഓക്കെയാണോ? 3 പോയിന്റ് നന്നായി ശ്രദ്ധിക്കുക. പൊതുമേഖലയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാല ഇസ്കോ, പൊതുമേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് ശാല ബൊക്കാറോ, പൊതുമേഖലയിലെ ഇന്റഗ്രേറ്റഡ് ഇരുമ്പുരുക്ക് ശാല റൂർക്കേലയാണ്. ഇനി നമുക്കറിയാം
നമുക്ക് ഇരുമ്പുരുക്ക് ശാലകൾ എപ്പോഴും ഈ ഒരു ഭാഗം ചോദിക്കാറുണ്ട് അല്ലേ? ഇരുമ്പുരുക്ക് ശാലകൾ ഇഷ്ടം പോലെ ഉണ്ട്. ദുർഗാപൂർ ഉണ്ട്, ഭിലായ് ഉണ്ട്, റൂർക്കേല ഉണ്ട്, ബൊക്കാറോ ഉണ്ട്, ടിസ്കോ, ഇസ്കോ, വിശ്വേശ്വരയ്യ, ദക്ഷിണേന്ത്യയിലെ ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പൊ നമുക്ക് ഈ നാലെണ്ണം എന്ത് ചെയ്യുക? നന്നായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. ദുർഗാപൂർ ഇരുമ്പുരുക്ക് ശാല 1962 സ്ഥാപിതമായത്. പശ്ചിമ ബംഗാളിലാണ്. ഏത് രാജ്യത്തിന്റെ സഹായത്തോട് കൂടിയിട്ടാണ് ഇരുമ്പുരുക്ക് ശാല? ബ്രിട്ടന്റെ സഹായത്തോട് കൂടിയിട്ടാണ്. ദുർഗാപൂർ ബ്രിട്ടൻ, ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്തോടു കൂടി പശ്ചിമ ബംഗാളില്. ഇനി ഭിലായ് 1959 ഛത്തീസ്ഗഡിലാണ്. ഭിലായ് ഛത്തീസ്ഗഡിലാണ്. റഷ്യയുടെ സഹായത്തോടു കൂടിയിട്ടാണ് 1959. റൂർക്കേലയും 1959 റൂർക്കേല ആരുടെ സഹായത്തോടു കൂടിയിട്ടാണ്? റൂർക്കേല എവിടെയാണ്? റൂർക്കേല ഒഡീഷയിലാണ് അല്ലേ? റൂർക്കേല എവിടെയാണ്? ഒഡീഷയിലാണ്, ജർമ്മനിയുടെ സഹായത്തോട് കൂടിയിട്ട്. ബൊക്കാറോയോ ജാർഖണ്ഡിലാണ്, റഷ്യയുടെ സഹായത്തോട് കൂടിയിട്ട്. പഠിക്കണേ. ദുർഗാപൂർ എപ്പോഴും ഈ രാജ്യങ്ങളാണ് ചോദിക്കുക കേട്ടോ. ദുർഗാപൂർ ബ്രിട്ടന്റെ സഹായത്തോട് കൂടിയിട്ട്, ഭിലായി റഷ്യയുടെ സഹായത്തോട് കൂടിയിട്ട്, ബൊക്കാറോ റഷ്യയുടെ സഹായത്തോട് കൂടിയിട്ടും, റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോട് കൂടിയിട്ടുമാണ്. ഇവിടെ ബായും വരുന്നത് അല്ലേ? ഭിലായി ബൊക്കാറോ, ബൊക്കാറോ എപ്പോഴും റഷ്യയുടെ സഹായത്തോട് കൂടിയിട്ടാണ് എന്ന് മനസ്സിലാക്കുക. ഇനി അടുത്തത് പിന്നെ ഏതാണ്? ഭിലായും ബൊക്കാറോ മറക്കണ്ട. റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോട് കൂടിയിട്ടാണ് ഇന്റഗ്രേറ്റഡ്. ഏതാണ്? ദുർഗാപൂര് ബ്രിട്ടന്റേതാണ്, ഭിലായി റഷ്യ, ഭിലായും ഇവിടെ ബൊക്കാറോയും നന്നായി ശ്രദ്ധിക്കുക, റഷ്യ കേട്ടോ. പിന്നെ റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോട്, കണ്ടോ? ജർമ്മനി, ദുർഗാപൂര് ബ്രിട്ടൻ. പിന്നെ ഏറ്റവും പൊതുമേഖലയിലെ ഇന്റഗ്രേറ്റഡ് ഇരുമ്പുരുക്ക് ശാലയാണ് ഏത്? റൂർക്കേല എന്ന് പറയുന്ന പൊതുമേഖലയിലെ ഇന്റഗ്രേറ്റഡ് കേട്ടോ. ഇനി ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിലെ പ്രൈവറ്റ് ആയിട്ട് സ്വന്തം ഉടമസ്ഥതയിലൂടെ, നമ്മൾ ഇതുവരെ പറഞ്ഞത് പൊതുമേഖലയിൽ, അതായത് ഗവൺമെന്റിന്റെ അണ്ടറിലായിരിക്കും. ഇനി ഇന്ത്യയിലെ സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് ശാലയാണ് ടിസ്കോ, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. ഓക്കെ, ടിസ്കോ ടാറ്റ കമ്പനി പറയുമ്പോൾ തന്നെ അറിയാലോ പ്രൈവറ്റ് ആണ് അല്ലേ? അത് സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് ശാലയാണ് ടിസ്കോ എന്ന് പറയുന്നത്. എവിടെയാണ് ടിസ്കോ ജംഷഡ്പൂരിലാണ് കേട്ടോ. എവിടെയാണ്? ജംഷഡ്പൂരാണ് ടിസ്കോ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് ഇരുമ്പുരുക്ക് ശാലയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് ഇരുമ്പുരുക്ക് ശാല ഏതാണെന്ന് ചോദിച്ചാൽ അത് ടിസ്കോയാണ് കേട്ടോ. ഇന്ത്യയിലെ ആദ്യത്തെ ഇന്റഗ്രേറ്റഡ് ഇരുമ്പുരുക്ക് ശാലയാണ് ഏത്? ടിസ്കോ എന്ന് പറയുന്നത്. ഇനി ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാല ഏതാണ്? വിശ്വേശ്വരയ്യാണ്. വെരി ഇമ്പോർട്ടന്റ് ആണ്, പഠിക്കണം. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാല ഏതെന്ന് ചോദിച്ചാൽ അത് വിശ്വേശ്വര അയ്യാണ്. വിശ്വേശ്വര അയ്യ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കർണാടകയിലാണ് കേട്ടോ. ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഇരുമ്പുരുക്ക് ശാലയാണ് വിശ്വേശ്വരയ്യ. കർണാടക സംസ്ഥാനത്താണ് എന്ത് ചെയ്യുന്നത്? സ്ഥിതി ചെയ്യുന്നത്. ഇനി ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്നത് ഏതാ? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്നത് ഏതാണ്? ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്നത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ഏറ്റവും സമ്പന്നമായിട്ടുള്ള ധാതു മേഖലയാണ് കേട്ടോ ഈ ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നം. ഇതൊക്കെ മക്കളെ പുതിയ SSCRT കിടക്കുന്നതാണ് കേട്ടോ. ഞാൻ ഇത്രയും പറഞ്ഞതൊക്കെ പുതിയ SSCRT ഉണ്ട്. ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്നത് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയാണ്. ഇന്ത്യയിലെ ഏറ്റവും സമ്പന്നമായ ധാതു മേഖലയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ഒഡീഷ എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി എവിടെയൊക്കെയാണ്? ജാർഖണ്ഡ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ. ജാർഖണ്ഡ്, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ് ഏത് സ്ഥിതി ചെയ്യുന്നത്? ധാതുക്കളുടെ ഹൃദയഭൂമി എന്നറിയപ്പെടുന്ന ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി സ്ഥിതി ചെയ്യുന്നത്. പഠിച്ചു വെക്കണം കേട്ടോ. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റാമിനുകൾ ഏതൊക്കെയാണ്? ADEK ആണ് അല്ലെ. കൊഴുപ്പ് കേടാണ് എന്ന് പറയും അല്ലെ. കൊഴുപ്പ് കേടാ, ADEK. ജലത്തിൽ ലയിക്കുന്ന വിറ്റമിനുകൾ ഏതൊക്കെയാണ്? B യും C യുമാണ് കേട്ടോ. കൊഴുപ്പിൽ ലയിക്കുന്ന വിറ്റമിനുകൾ ADEK. ജലത്തിൽ ലയിക്കുന്ന വിറ്റമിനുകൾ B യും C യുമാണ്. വിറ്റമിൻ എയുടെ രാസനാമം എന്താണ്? റെറ്റിനോൾ ആണ്. വിറ്റമിൻ എയുടെ രാസനാമമാണ് റെറ്റിനോൾ. വൈറ്റമിൻ ഡിയുടെ രാസനാമമാണ് കാൽസിഫെറോൾ. വൈറ്റമിൻ ഇയുടെ രാസനാമമാണ് ടോക്കോഫിറോൾ. വൈറ്റമിൻ കെയുടെ രാസനാമമാണ് ഫില്ലോക്കിനോൺ. പഠിക്കണേ. ഇവിടെ
ADEK എന്ന് പറഞ്ഞില്ലേ നമ്മൾ ADK. അതിൽ എയുടെ രാസനാമമാണ് റെറ്റിനോൾ, ഡിയുടെ രാസനാമം കാൽസിഫെറോൾ. വൈറ്റമിൻ ഇയുടെ ടോക്കോഫിറോൾ, വൈറ്റമിൻ കെ ഫില്ലോക്കിനോൺ. ഇനി വൈറ്റമിൻ സിയുടെ എന്താണ്? അസ്കോർബിക് ആസിഡ് ആണ്. വൈറ്റമിൻ സിയുടെ എന്താണ്? അസ്കോർബിക് ആസിഡ് ആണ്. ഇനി ബി കോംപ്ലക്സ് ഉണ്ട് അല്ലേ? ആ ബി കോംപ്ലക്സിൽ തന്നെ അതിന്റെ വിവിധ രൂപങ്ങളുണ്ട്. B1 ഉണ്ട്, B1 തൊട്ട് B12 വരെ ഉണ്ട് അല്ലേ? അതിൽ B1ന്റെ രാസനാമം തയാമിൻ എന്നും, B2 റൈബോഫ്ലാവിനും, B3 നിയാസിനും, B5 പാന്തോതെനിക് ആസിഡും, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 സൈനോകൊബാലുമിൻ. ഇങ്ങനെയാണ് രാസനാമങ്ങൾ വരുന്നത്. ADEK നന്നായിട്ട് പഠിക്കുക. C അസ്കോർബിക് ആസിഡ് പഠിക്കുക. B1 തയാമിൻ, B2 റൈബോഫ്ലാവിൻ, B3 നിയാസിൻ, B5 പാന്തോതെനിക് ആസിഡ്, B6 പിരിഡോക്സിൻ, B7 ബയോട്ടിൻ, B9 ഫോളിക് ആസിഡ്, B12 സൈനോകൊബാലുമിൻ ആണ്. ഓക്കെ ആണോ? ഇനി നമുക്ക് ഈ വിഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാ? വിഷൻ വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? ഒന്ന് ചെയ്ത് നോക്കിക്കേ. വിഷൻ വൈറ്റമിൻ. അതുപോലെ തന്നെ ബ്രൈറ്റ് ഐ വൈറ്റമിൻ എന്ന്, അതുപോലെ തന്നെ ആന്റി സിറോഫ്താൽമിക് വൈറ്റമിൻ എന്ന്, ആന്റി സിറോഫ്താൽമിക് വൈറ്റമിൻ എന്നും, ആന്റി ഇൻഫെക്റ്റീവ് വൈറ്റമിൻ എന്നും ഒക്കെ അറിയപ്പെടുന്നത് ഏതാണ്? വൈറ്റമിൻ എ ആണ് കേട്ടോ. വിഷൻ വൈറ്റമിൻ, ബ്രൈറ്റ് ഐ വൈറ്റമിൻ, ആന്റി സിറോഫ്താൽമിക് വൈറ്റമിൻ, ആന്റി ഇൻഫെക്റ്റീവ് വൈറ്റമിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എയുടെ ആദ്യ രൂപം ഏതാണ്? വെരി ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. PSC ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. വൈറ്റമിൻ എയുടെ ആദ്യ രൂപം എന്താണ്? ബീറ്റാ കരോട്ടിൻ ആണ്. ഏതാണ്? ബീറ്റാ കരോട്ടിൻ ആണ്. ബീറ്റാ കരോട്ടിന്റെ മറ്റൊരു പേരാണ് ഏത്? പ്രോ വൈറ്റമിൻ എ എന്ന് അറിയപ്പെടുന്നത് ബീറ്റാ കരോട്ടിൻ ആണ് കേട്ടോ. വൈറ്റമിൻ എയുടെ ആദ്യ രൂപമാണ് പ്രോ വൈറ്റമിൻ എ, അതായത് ബീറ്റാ കരോട്ടിൻ എന്നൊക്കെ അറിയപ്പെടുന്നത് ഏതാണ്? പ്രോ വൈറ്റമിൻ എ ആണ് കേട്ടോ. പ്രോ വൈറ്റമിൻ എ എന്നാണ്. വൈറ്റമിൻ എയുടെ ആദ്യ രൂപം ഏതാണ്? ബീറ്റാ കരോട്ടിൻ ആണ്. വൈറ്റമിൻ എയുടെ ആദ്യ രൂപമാണ് ബീറ്റാ കരോട്ടിൻ. അതിന്റെ മറ്റൊരു പേരാണ് ഏത്? പ്രോ വൈറ്റമിൻ എ എന്ന് അറിയപ്പെടുന്നത്. അതേപോലെ തന്നെ ഈ വൈറ്റമിൻ എയുടെ ഒരു ചോദ്യമുണ്ട്. കരളിൽ സംഭരിക്കുന്ന അവയവം അവയവമായി മാറിയോ? പഠിച്ചു എവിടേക്കാ പോണ? കരളിൽ സംഭരിക്കുന്ന വിറ്റമിൻ ഏതാണ്? കരളിൽ സംഭരിക്കുന്ന വൈറ്റമിൻ? വൈറ്റമിൻ എ ആണ്. പ്രീവിയസ് ചോദ്യമാണ്. കരളിൽ സംഭരിക്കുന്ന വിറ്റമിൻ വൈറ്റമിൻ എ ആണ് കേട്ടോ. അതുപോലെ ഈ വൈറ്റമിൻ എ മൂലം ഉണ്ടാകുന്ന വൈറ്റമിൻ എയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന അസുഖങ്ങൾ എന്തൊക്കെയാണ്? നിശാന്തത അല്ലെ? അല്ലെങ്കിൽ മാലക്കണ്ണ്. നിശാന്തതന്റെ മറ്റൊരു പേരാണ് ഇത്? മാലക്കണ്ണ് അല്ലെ? അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരാണ് നിക്ടലോപ്പിയ. എന്താണ്? നിക്ടലോപ്പിയ. ഇതൊക്കെ എന്താണ്? ഒരേ അതാണ് കേട്ടോ. ഒന്നുമില്ല നിശാന്തത എന്ന് പറയാം, അല്ലെങ്കിൽ മാലക്കണ്ണ് എന്ന് പറയാം, അല്ലെങ്കിൽ നിക്ടലോപ്പിയ എന്ന് പറയാം. വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ടുവരുന്നതാണ്. അതേപോലെ തന്നെ സിറോഫ്താൽമിയ വൈറ്റമിൻ എയുടെ ഇത് കൊണ്ടുവരുന്നതാണ് അല്ലെ? സിറോഫ്താൽമിയ വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗമാണ്. ഓക്കെ. എന്താ സംഭവിക്കുക? നമ്മുടെ കോർണിയയിലെ വരണ്ടു പോകുന്ന ഒരു അവസ്ഥയാണ് സിറോഫ്താൽമിയ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലെ നമ്മുടെ ഈ മേലിക കാക്കപ്പുള്ളികൾ കാണില്ലേ? അതേപോലെ നമ്മുടെ ഈ കണ്ണിൻ്റെ ഉള്ളിൽ ഇങ്ങനെ സ്പോട്ടുകൾ കാണും, ചെറിയ സ്പോട്ട്. അതാണ് എന്താണ് വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസിയാണ് ബിറ്റോട്ട് സ്പോട്ട് കേട്ടോ. എന്താണ്? ബിറ്റോട്ട് സ്പോട്ട് കേട്ടോ. അതേപോലെ തന്നെ കെരാറ്റോമെലേഷ്യ ഒക്കെ എന്താണ്? വൈറ്റമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങളാണ്. ഇനി ആന്റി ക്യാൻസർ വിറ്റമിനുകൾ എന്നറിയപ്പെടുന്നത് ഏതാണ്? എയ്സ് ആണ്. ആന്റി ക്യാൻസർ വിറ്റമിനുകൾ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ എയും വൈറ്റമിൻ സിയും വൈറ്റമിൻ ഇയുമാണ്. ആന്റി ക്യാൻസർ വിറ്റമിൻ എന്നറിയപ്പെടുന്നത് എയും സിയും ഇയുമാണ്. ആന്റി സിറോഫ്താൽമിക് വൈറ്റമിൻ നമ്മൾ പറഞ്ഞില്ലേ ഇവിടെ വൈറ്റമിൻ എയുടെ ഡെഫിഷ്യൻസി കൊണ്ടുവരുന്നതാണ് സിറോഫ്താൽമിയ എന്ന്. അവിടെ നോക്കിക്കുക, അതിനെ
പിന്നെ ആന്റി സെറോഫ്താൽമിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ എ ആണ്. ആന്റി റിക്കറ്റ്സ് വൈറ്റമിൻ അല്ലെ, വൈറ്റമിൻ ഡിയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് കണ അല്ലെങ്കിൽ അതിന്റെ മറ്റൊരു പേരെന്താണ്, റിക്കറ്റ്സ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിനെ പ്രതിരോധിക്കാനാണ് ഏത് വരണം, ഡി വേണം അല്ലേ. ആന്റി റിക്കറ്റിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഡി ആണ്. ഇനി ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ, നമുക്കറിയാം ഒരു വന്ധ്യതയ്ക്ക് കാരണമാകുന്നത് ഏതാണ്, വൈറ്റമിൻ ഇയുടെ ഡെഫിഷ്യൻസിയാണ്. അതുകൊണ്ട് തന്നെ ആന്റി സ്റ്റെറിലിറ്റി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്. ഇനി ആന്റി ഹെമറേജിക് വൈറ്റമിൻ അല്ലെ, ഏതാണ്, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ആണ് ഏതൊക്കെ. അതുകൊണ്ട് തന്നെ ആന്റി ഹെമറേജിക് വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ കെ ആണ്. ആന്റി പെല്ലഗ്ര, വൈറ്റമിൻ B3യുടെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത്, പെല്ലഗ്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വൈറ്റമിൻ B3യുടെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് പെല്ലഗ്ര എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആന്റി പെല്ലഗ്ര വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ B3 ആണ് കേട്ടോ, വൈറ്റമിൻ B3 ആണ്. ഈ വൈറ്റമിൻ ഡി നമുക്ക് ഏറ്റവും കൂടുതൽ സൂര്യപ്രകാശത്തിൽ നിന്നാണ് ലഭിക്കുക അല്ലെ. വൈറ്റമിൻ ഡിയുടെ ഏറ്റവും നല്ല സ്രോതസ് എന്ന് പറയുന്നത് ഏതാണ്, ഏതാണ് പറ, സൂര്യപ്രകാശമാണ് കേട്ടോ. സൂര്യപ്രകാശത്തിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വൈറ്റമിൻ ഡി ലഭിക്കുന്നത്. ഇനി ഈ കുട്ടികളിലെ അപര്യാപ്തത രോഗം എന്താണ്, വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി, വൈറ്റമിൻ ഡി മൂലം കുട്ടികളിൽ ഉണ്ടാകുന്നത് അസുഖം ഏതാണ്, വൈറ്റമിൻ ഡി റിക്കറ്റ്സ് ആണ് കേട്ടോ. റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ കണയാണ്, റിക്കറ്റ്സ് എന്ന് പറഞ്ഞാൽ കണയാണ്. പിന്നെ ഇത് വരും വൈറ്റമിൻ ഡിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന റിക്കറ്റ്സ് കണ. പിന്നെ മുതിർന്നവരിൽ എന്താ, കുട്ടികളിൽ റിക്കറ്റ്സ്, മുതിർന്നവരിൽ എന്തുണ്ടാകും, ഓസ്റ്റിയോപൈറോസിസും പിന്നെ ഒന്നും കൂടി ഉണ്ടല്ലോ, വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി, ഓസ്റ്റിയോപൈറോസിസ് കേട്ടോ. അസ്ഥികൾ ദുർബലമായിട്ട് പൊടിഞ്ഞു പോകുന്ന ഒരു അവസ്ഥയാണ് ഇത് ഓസ്റ്റിയോപൈറോസിസ്. നോക്കിക്കേ, പ്രത്യുൽപാദനത്തിന് ഏതാണ് വൈറ്റമിൻ എന്ന് പറയണേ, പ്രത്യുൽപാദനം. അതുപോലെ ഹൃദയത്തിന് ഒക്കെ ആവശ്യമായിട്ടുള്ളത് ഏതാണ്, പ്രത്യുൽപാദനത്തിനും ഹൃദയത്തിനും ഒക്കെ ആവശ്യമായ ജീവകം ഇ ആണ് കേട്ടോ. ഏതാ വൈറ്റമിൻ ആണ്, എ ആണ്. അതേപോലെ ബ്യൂട്ടി വിറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാണ്, ബ്യൂട്ടി വിറ്റമിൻ എന്നറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ് കേട്ടോ. ഏതാണ് അസുഖം, വന്ധ്യതയ്ക്ക് കാരണമാകുന്നത് വൈറ്റമിൻ ഇയുടെ അല്ലെ. അതുകൊണ്ടാണ് ആന്റി സ്റ്റെറിലിറ്റിക് വൈറ്റമിൻ എന്ന് അറിയപ്പെടുന്നത് വൈറ്റമിൻ ഇ ആണ്. ഇനി രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്ന വൈറ്റമിൻ ഏതാ, രക്തം കട്ടപിടിക്കാൻ സഹായിക്കുന്നത് വൈറ്റമിൻ കെ ആണ് കേട്ടോ, വൈറ്റമിൻ കെ ആണ്. ഇനി ഈ കൊയാഗുലേഷൻ വൈറ്റമിൻ എന്നറിയപ്പെടുന്നത് ഏതാ, കൊയാഗുലേഷൻ എന്ന വൈറ്റമിൻ എന്നറിയപ്പെടുന്നതും വൈറ്റമിൻ കെ ആണ്. ഇനി കരളിന്റെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണ് ഏത്, വൈറ്റമിൻ കെ എന്ന് പറയുന്നത്. ഹെമറേജ്, വൈറ്റമിൻ കെയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന അസുഖമാണ് ഏത്, ഹെമറേജ് എന്ന് പറയുന്നത്. എന്താ ഹെമറേജ് പറയുന്നത്, അമിതമായിട്ടുള്ള രക്തസ്രാവമാണ്, ഹെമറേജ് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ. ഇനി ആദ്യമായി നിർമ്മിച്ച കൃത്രിമ ജീവകം ഏതാണ്, ആദ്യമായി നിർമ്മിച്ച കൃത്രിമ വൈറ്റമിൻ ഏതാണ്, വൈറ്റമിൻ സി ആണ് കേട്ടോ, വൈറ്റമിൻ സി ആണ്. അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷി പ്രദാനം ചെയ്യുന്നതും രോഗപ്രതിരോധ ശേഷിയുള്ള വൈറ്റമിൻ ഏതാണ്, രോഗപ്രതിരോധ ശേഷിക്ക് ഏതാണ്, വൈറ്റമിൻ സി ആണ് കേട്ടോ, വൈറ്റമിൻ സി ആണ്. മുറിവുണങ്ങാൻ സഹായിക്കുന്നത് ഏതാണ്, മുറിവുണങ്ങാൻ, പെട്ടെന്ന് നമുക്കൊരു മുറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ഉണങ്ങണമെങ്കിൽ ശരീരത്തിൽ ഏത് വൈറ്റമിൻ വേണം, വൈറ്റമിൻ സി വേണം കേട്ടോ. അതുപോലെ തന്നെ ഈ പച്ചക്കറികൾ ചൂടാക്കി കഴിഞ്ഞാൽ നഷ്ടമാകുന്ന ജീവനും വൈറ്റമിൻ സി ആണ്. അതുപോലെ ഇപ്പം നമ്മൾ പച്ചക്കറിയില്ലേ കട്ട് ചെയ്യുമല്ലോ, കട്ട് ചെയ്തിട്ട് വെള്ളത്തിലിട്ട് വെക്കും അല്ലേ, കഴുകും അല്ലേ, അത് പച്ചക്കറി കഴുകിയിട്ട് കുറേ നേരം വെള്ളത്തിലിട്ട് വെച്ചാലും എന്ത് ചെയ്യും, വൈറ്റമിൻ സി നഷ്ടമാകും കേട്ടോ. അതൊക്കെ അവിടെ ഒന്ന് ശ്രദ്ധിച്ച് വെക്കണേ. വൈറ്റമിൻ സിയുടെ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്, സ്കർവി കേട്ടോ. ഏതാണ്, സ്കർവി. നാവികരുടെ പ്ലേഗ് എന്നറിയപ്പെടുന്നത് ഏതാണ്, സ്കർവിയാണ്.
മോരിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? മോരില് ലാക്റ്റിക് ആസിഡ് ആണ്. പാല്, മോര് ഇതിലൊക്കെ ലാക്റ്റിക് ആസിഡ് ആണ്. വിനാഗിരിയിൽ ഏതാണ്? അസറ്റിക് ആസിഡ് ആണ്. പുളിയിൽ ടാർട്ടാറിക് ആസിഡ്, നാരങ്ങയിൽ സിട്രിക് ആസിഡ്, ആപ്പിളിൽ മാലിക് ആസിഡ്, ഉള്ളിയിൽ ഓക്സാലിക് ആസിഡ്, ഉറുമ്പിൽ എന്താ? ഫോർമിക് ആസിഡ്. pH സ്കെയിൽ കണ്ടെത്തിയത് സൊറൻസൺ ആണ്. pH സ്കെയിൽ കണ്ടെത്തിയത് സൊറൻസൺ ആണ് കേട്ടോ. മോരിൽ അടങ്ങിയിരിക്കുന്നത് ലാക്റ്റിക് ആസിഡ്, പാലിൽ അടങ്ങിയിരിക്കുന്നത് ലാക്റ്റിക് ആസിഡ്, പിന്നെ മോര് പാലിലൊക്കെ ലാക്റ്റിക് ആണ്, വിനാഗിരിയിൽ അസറ്റിക് ആണ്, പുളിയിൽ ടാർട്ടാറിക് ആണ്, നാരങ്ങയിൽ സിട്രിക് ആണ്, ആപ്പിളിൽ മാലിക് ആണ്, പിന്നെ ഉള്ളിയിൽ ഓക്സാലിക് ആണ്, ഉറുമ്പിൽ ഫോമിക് ആസിഡ് ആണ്. pH സ്കെയിൽ കണ്ടെത്തിയത് സൊറൻസൺ ആണ്. pH സ്കെയിൽ കണ്ടെത്തിയത് സൊറൻസൺ. ഇനി ശുദ്ധജലത്തിന്റെ pH എത്രയാണ്? 7 ആണ് കേട്ടോ. ശുദ്ധജലത്തിന്റെ pH മൂല്യം 7 ആണ്. കടൽ ജലത്തിൻ്റെത് 8 ആണ്. കടൽ ജലം ഒന്നുകൂടി കൂടി അല്ലേ? ശുദ്ധജലം 7 ആകുമ്പോൾ കടൽ ജലം 8 ആയി മാറും. പിന്നെ രക്തം 7.4 ആണ് അല്ലേ? രക്തം 7.4. വിനാഗിരി എത്രയാ? 2.9. കാപ്പി 5. ഇത് ഇവർ 3 പേരും ഒന്ന് നോക്കണേ. കാപ്പി 5, തേയില 5.5, പാല് 6.5. ഇത് 3 ഒരേ കാറ്റഗറിയിൽ വരുന്നതാണ് അല്ലേ? കാപ്പിയും തേയിലയും പാലൊക്കെ. കാപ്പി എത്രയാ? 5 മണിക്ക് നമുക്ക് എന്ത് ചെയ്യാം? പുലർച്ചെ 5 മണിക്ക് നമുക്ക് കാപ്പി കുടിക്കാൻ പോകാം കേട്ടോ. എന്നിട്ട് നമുക്കൊരു 5:30 ആകുമ്പോൾ, ഒരു 5 കേട്ടോ, 5.5 അല്ലേ? ഒരു 5:30 ആകുമ്പോൾ നമുക്ക് എന്താ? ചായ കുടിക്കാൻ പോകാം കേട്ടോ. പിന്നെ ഒരു 6:30 ആകട്ടെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പാല് കുടിക്കാൻ പോകാം കേട്ടോ. 5 മണിക്ക് നമുക്ക് കാപ്പി കുടിക്കാൻ പോകണം, 5:30 ചായ കുടിക്കാൻ പോകണം, 6:30 നമുക്ക് പാല് കുടിക്കാൻ പോകണം. അപ്പൊ 5 കാപ്പി, 5.5 തേയില, 6.5 പാല്. ഓക്കെ ആണോ? ഓക്കെ, ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നന്നായിട്ട് പഠിച്ച ഭാഗങ്ങളൊക്കെ നന്നായിട്ട് റിവിഷൻ ചെയ്യുക. ഇതൊക്കെ ഇത്രയും തന്ന കാര്യങ്ങളൊക്കെ നമ്മൾ SCERT ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ മേഖലകളിലൂടെ നമുക്ക് എത്തിപ്പോണം. എക്സാം ആകുമ്പോഴേക്കൊക്കെ ധാരാളം കഴിയും കേട്ടോ. ധൈര്യമായിട്ടിരുന്നോ, അതൊന്നും നിങ്ങൾ പേടിക്കണ്ട. ഓക്കെ, മാത്സിൻ്റെ ഞാൻ ഇടാൻ തുടങ്ങിയിട്ടുണ്ട്. സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഞാനത് കണ്ടിന്യൂ ചെയ്ത് പോകുള്ളൂ. ഓക്കെ, എല്ലാവർക്കും നന്ദി.